മന്ത്രിമാർക്കെന്നുള്ളതല്ല, ശക്തമായ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മന്ത്രിമാർക്കും മറ്റുള്ള MLA-മാരെ തന്നെ പോലെ തന്നെ നല്ല രീതിയിൽ വെല്ലുവിളിയുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങളിൽ ഈ വെല്ലുവിളി നേരിടുന്ന മിക്കവാറും മണ്ഡലങ്ങളിൽ ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ വെല്ലുവിളി നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പം തൃത്താല, കോഴിക്കോട് സൗത്ത് പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ കളമശ്ശേരിയൊക്കെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പറയുന്നത് എന്താണ്, ഈ കൺസോൾട്ടേഷൻ എങ്ങനെ നടക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 2021 ഇലക്ഷനിൽ 35 തുടങ്ങി 39% വരെ മുസ്ലിം വോട്ടുകളാണ് LDF അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 39% എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 2021 LDF അനുകൂലമായി പോൾ ചെയ്തപ്പോൾ 99 സീറ്റിൽ LDF അധികാരത്തിൽ വന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ ഈ CPM-ൻ്റെ നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്തും മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ സംസാരിക്കുന്ന സമയത്തും ഈ മുസ്ലിം വോട്ടുകളുടെ ഭിന്നിപ്പ് എങ്ങനെ കേരളത്തിൽ ബാധിക്കും എന്നുള്ളത് നോക്കുമ്പോൾ എല്ലാ കാലത്തും കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട്, 2021 ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് മുൻപൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എന്ന് പറയുന്നത് 10% തുടങ്ങി 15% വരെയാണ് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ലീഗായിട്ടും കോൺഗ്രസ് അനുകൂല മുസ്ലിം വോട്ടുകളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5% തുടങ്ങി 10% വരെ മുസ്ലിം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ തന്നെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു മത്സരം ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 10% തുടങ്ങി 15% വരെ പല മണ്ഡലം, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, തൃത്താല എല്ലാ കാലത്തും LDF ജയിച്ച കാലത്തെല്ലാം അവിടുന്ന് മുസ്ലിം വോട്ടുകളും കൂടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടാണ് ജയിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിന്ന് MP രാജേഷ് അവിടെ പോയി മത്സരിക്കുന്ന സമയത്ത് അവിടുന്ന് 3000 വോട്ടിനാണ്, 99 സീറ്റിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ശക്തമായ മത്സരം നേരിട്ടാണ് 3000 വോട്ടിന് MP രാജേഷ് ജയിച്ചു വരുന്നത്. അപ്പോൾ അവർ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് അവിടെ അല്ലെങ്കിൽ അവിടെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് UDF-ൻ്റെ ഒരു അവർ നോക്കിയതും അതുമായി മുന്നോട്ട് പോവുകയും MP രാജേഷ് ആ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് MP രാജേഷ് 3-4 പ്രാവശ്യമെങ്കിലും ഇദ്ദേഹത്തെ അവിടുത്തെ UDF MLA-നെ പിന്നെ സ്ഥാനാർത്ഥിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ തൊടാത്തതിന് കാരണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പല മണ്ഡലങ്ങളും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ കോഴിക്കോട് വലിയ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല മണ്ഡലങ്ങളും വലിയ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒരു MLA-ക്കെതിരെയുള്ള ഒരു ആൻറ്റി ഇൻക്യുമൻസി കൊണ്ടോ സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻക്യുമൻസി കൊണ്ടല്ല. അവിടെ അവിടെ നടക്കുന്നത് ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഏകദേശം 8-9 മന്ത്രിമാർക്ക് ശക്തമായി ബാധിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഇല്ലെങ്കിൽ ഒരു 2-3 മന്ത്രി, ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ളതും അഹമ്മദ് ദേവകോവിലിനെ പോലെയുള്ള മന്ത്രിമാർക്കൊക്കെ 1-2-3 ആൾക്കാർക്ക് മാക്സിമം ബാധിക്കുന്നതിനേക്കാൾ അപ്പുറം വരില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇടുക്കി റോഷി അഗസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ്റെ അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കൂടുതലുള്ള മണ്ഡലമാണ് അത്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റി കൂടുതലാണെങ്കിലും ഒരാൾ റോമൻ കത്തോലിക്കനും ഒരാൾ യാക്കോബിറ്റ്സുമാണ്. അപ്പം അവർക്ക് RC പിന്നെ ക്രിസ്ത്യാനികളാണ് അവിടെ കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ റോഷിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. ആ വോട്ട് എത്ര ശതമാനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അവിടെ UDF സ്ഥാനാർത്ഥിൻ്റെ വിജയം എന്നുള്ളത്. അപ്പം ഇത് എല്ലാ മണ്ഡലങ്ങളും ജാതി അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കേരളത്തിൽ വലിയ രീതിയിൽ സെക്യുലർ സംസ്ഥാനമാണ് എന്ന് പറയുകയും സെക്യുലർ ആൾക്കാരെ എല്ലാവരും വോട്ട് ചെയ്യുകയും എന്ന് പറയുമ്പോഴും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കേരളത്തിലെ ഒട്ടുമിക്ക ചാനലല്ല മുഴുവൻ ചാനലുകളും കഴിഞ്ഞ ഇലക്ഷൻ തുടങ്ങി ഇന്ന് വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ജാതി രാഷ്ട്രീയമാണ്, സമുദായ വോട്ടുകളാണ്. NSS-ൻ്റെ വോട്ട് എവിടെ പോകുന്നു, SNDP-യുടെ വോട്ട് എവിടെ പോകുന്നു, പിന്നെ ലീഗ് പിന്നെ മുസ്ലിങ്ങളുടെ വോട്ട് എവിടെ പോകുന്നു, ക്രിസ്ത്യാനിയുടെ എവിടെ പോകുന്നു. അതിന് എല്ലാ നിർണ്ണയങ്ങളും എല്ലാ സംവിധാനങ്ങളും അതിനടിസ്ഥാനപ്പെടുത്തി മണ്ഡലം തിരിച്ച് ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ ചർച്ച ചെയ്യുന്നൊക്കെ ഓരോ മണ്ഡലം എടുത്ത് വെച്ചിട്ട് അവിടെ ക്രിസ്ത്യാനിക്ക് എത്ര വോട്ടുണ്ട്, മുസ്ലിമിന് വോട്ടുണ്ട്, ഹിന്ദുവിന് എത്ര വോട്ടുണ്ട്, ഈഴവന് എത്ര വോട്ടുണ്ട്, നായർക്കെതിരെ വോട്ടുണ്ട്, ഇങ്ങനെ തിരിച്ച് എണ്ണ വിട്ട് 4300 4400 വോട്ടർ പട്ടിക എടുത്ത് ഓരോ മണ്ഡലത്തിലും ഓരോ വാർഡിലും എണ്ണിത്തിരിക്കുകയാണ്. മലയാളി പോയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ട് അതിലെത്ര കൺസോൾട്ടേഷൻ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം ഞാൻ പറയുന്നത് 50% മുസ്ലിങ്ങളുള്ള വോട്ടിലും 50% ക്രിസ്ത്യാനിയുള്ള വോട്ടിലും 50% ഈഴവനുള്ള സ്ഥലത്ത്
ഈഴവനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ എന്നൊരു സംവിധാനത്തിലേക്ക് കേരളം വന്നിട്ട് അതിനെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ വരികയും ഭരണം വരികയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം കേട്ടോ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കും. ഇത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ പറയുക, BJP ആണ് ഞാൻ ഇല്ലാതെ പറയുന്നില്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഇത് കേന്ദ്രത്തിൽ BJPയുടെ ഒരു രാഷ്ട്രീയ ശൈലി പറയുമല്ലോ, എന്താണ് ഹിന്ദു കൺസോൾട്ടേഷന് ശ്രമിക്കുകയും ഹിന്ദു രാഷ്ട്രീയം പറഞ്ഞ് അധികാരത്തിൽ വരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങൾ തിരിച്ച് അതാത് ജാതി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിനെയും MLA-നെയും നിർത്തി ജയിപ്പിച്ച് ആ ജാതി അടിസ്ഥാനത്തിൽ മന്ത്രിനെ കൊടുക്കാൻ വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാനതിന് തദ്ദേശ വാർഡില്ല അതാ ഞാൻ പറഞ്ഞത്, അത് വെച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും കൺസോൾട്ടേഷനാണ്. അത് എന്ത് കൺസോൾട്ടേഷനാണ്? മുസ്ലിം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ, ഹിന്ദു കൺസോൾട്ടേഷൻ എന്നുള്ളത് കൂട്ടിയാൽ മതി. അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയും അതിനനുസരിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും MLA-മാരും വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം 50% ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ടോ, അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഈ ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം 50% മേലെ മുസ്ലിം സ്ഥലത്തുള്ളടത്ത് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്കോ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കോ കൺസോൾട്ടേഷൻ ഉണ്ട്, ജയിച്ചു കയറാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും ഒരു 50% ഹിന്ദു പിന്നെ മെജോറിറ്റി ഉള്ള സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റോ ഒരു മുസ്ലിം കാൻഡിഡേറ്റോ ജയിച്ചു വരാൻ കൺസോൾട്ടേഷൻ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഇത് കണക്കാക്കി പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ കഴിഞ്ഞ 21 മന്ത്രിമാരിൽ വലിയ രീതിയിൽ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം നേരിട്ട ഒരു മന്ത്രി പോലും ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല കേട്ടോ. ഒരാൾ പോലും മത്സരിക്കുന്നില്ല. ഒരാൾ പോലും വിജിലൻസ് കേസിൽപ്പെട്ട ഒരു മന്ത്രി പോലും കേരളത്തിലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരാൾ പോലും കേസിൽപ്പെട്ടിട്ട് ഇലക്ഷന് മത്സരിക്കുന്നില്ല കേട്ടോ. അപ്പം മന്ത്രിമാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ 1 ലക്ഷം കോടി രൂപയുടെ കിഫ്ബി പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുകയും മന്ത്രിമാരുടെ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും വലിയ രീതിയിൽ പ്രൊജക്റ്റുകൾ വരികയും ചെയ്ത ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന മന്ത്രിമാരാണ് കേരളത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ട് ഇലക്ഷനിൽ റിസൾട്ട് വരുമെന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശക്തമായ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. Meet the editors.